ഇന്ന് ഏവെങ്കിലും ഭാഗമായി 2-ാം ഭാഗത്ത് വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാമത്തെ അധ്യായം അതിൻ്റെ 41-ാമത്തെ വാക്യം. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു. കുരിശിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഇന്നൊരു സാധാരണ ആരാധനയ്ക്കായിട്ട് വന്നവരല്ല. നാം ഇന്ന് നിൽക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും ഗൗരവമുള്ള നിമിഷത്തിലാണ്. സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി മനുഷ്യരുടെ പാപഭാരം ഏറ്റെടുത്ത ദിവസം. ഇന്ന് നാം ഒരു കഥ കേൾക്കാനായിട്ടല്ല, ഒരു ബലിയിൽ പങ്കുചേരുവാനായിട്ട് വന്നിരിക്കുന്നത്. ഈ കുരിശ് വെറുതെ ഒരു മരച്ചില്ലയല്ല. ഇത് മനുഷ്യരാശിയുടെ വിധി മാറ്റിയതായ വേദിയാണ്. ആകാശം മിണ്ടാതായത് പ്രകൃതിയുടെ പ്രതികരണമാണ്. റോമിയോൻ സദറായിൽ നാം കേട്ടിട്ടുണ്ട്. ഭൂമി വിറച്ചത് ദൈവത്തിൻ്റെ ഹൃദയവേദനയുടെ പ്രകടനമാണ്. ദൈവപുത്രൻ കുരിശിൽ തൂങ്ങിയപ്പോൾ സൃഷ്ടി മുഴുവനും വിറച്ചു നിന്നു. നമ്മൾ അതിൻ്റെ താഴെ നിൽക്കുകയാണ്. ഇന്ന് നാം ഒരു ചോദ്യം ചോദിക്കണം. ആ ചോദ്യം ഇപ്രകാരമായിരിക്കണം: ഞാൻ കാണുന്ന ഈ കുരിശ് എന്നെ മാറ്റുന്നുണ്ടോ? ദുഃഖവെള്ളിയാഴ്ച ചിലപ്പോഴൊക്കെ നാം സർവീസിൽ കരയാൻ ശ്രമിക്കും. കരഞ്ഞതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ഹൃദയം കുലുങ്ങുവാൻ, നമ്മെ പിടിച്ചു കുലുക്കുവാൻ ഈ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് കഴിയുമോ? നമ്മുടെ ഉള്ളിലെ പാപം, അഹങ്കാരം, ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടം, ഇതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരുവാൻ ഈ ദുഃഖ വെള്ളിയാഴ്ച നമുക്ക് സാധിക്കണം. കുരിശിന്റെ ചുവട്ടിൽ ധാരാളം ആളുകളെ കാണാനായിട്ട് സാധിക്കും. ഇന്നത്തെ സർവീസ് മുഴുവൻ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേരെ അതിനകത്ത് കാണാം. ഇന്ന് ഒരു 4 പേരെ ചുരുങ്ങിയ സമയം കൊണ്ട് പരിചയപ്പെടുത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ ഉള്ളിൽ ചില പിടിച്ചുകുലുക്കങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഇടയായിട്ട് തീരണം. ഒന്ന്, പരിഹസിക്കുന്നവരാണ്, ദ മോക്കേഴ്സ്. ഇവിടെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും മറ്റൊരു ഭാഗത്ത് അവിടെയുള്ള ജനവുമെല്ലാം പരിഹസിക്കുകയാണ്. എന്താണ് പരിഹസിക്കുന്നത്? ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, ഇനി ഇവൻ തനിയെ രക്ഷിക്കട്ടെ. ഇത് നമ്മൾ നോക്കുമ്പോൾ വെറുതെ ഒരു പരിഹാസ വാക്കായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ ഈ പരിഹാസമുണ്ടല്ലോ, അത് വെറുതെയുള്ള പരിഹാസമല്ല, അഹങ്കാരത്തിൻ്റെ വലിയ ശബ്ദമാണ്. ഈ പരിഹസിക്കുന്നവർ ഈ യേശുവിനെ, ഈ കുരിശിനെ ഒരു പരാജയമായിട്ട് കാണുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതിയെ മനസ്സിലാക്കാതെ അവർ പരിഹസിക്കുകയാണ്. അവരുടെ നേർക്കാഴ്ചയിൽ ക്രിസ്തു ഉണ്ടായിരുന്നു, പക്ഷേ അവരുടെ ഹൃദയം അടഞ്ഞിരിക്കുകയായിരുന്നു. അവർ പറയുകയാണ്, ഇവൻ രക്ഷപ്പെടട്ടെ, രക്ഷിക്കട്ടെ. ഈ വാക്കുകളിൽ അവരുടെ ആധ്യാത്മികമായ തിമിരം, അന്ധത കാണാനായിട്ട് കഴിയുന്നു. കുരിശിന്റെ താഴെ നിന്നവരെ ശ്രദ്ധിക്കുമ്പോൾ, ഈ പരിഹസിക്കുന്നവരെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അവർ അത്ഭുതങ്ങൾ കണ്ടവരാണ്, മരിച്ചവരെ ഉയർപ്പിക്കുന്നത് കണ്ടവരാണ്. എന്നാൽ കുരിശിൽ അവൻ കിടക്കുമ്പോൾ അവനെ ഒരു പരാജയമായിട്ട് വിലയിരുത്തിയിട്ട് പരിഹസിക്കുകയാണ്. അവർ അവന്റെ ശക്തിയെ തെറ്റായിട്ട് മനസ്സിലാക്കി. ഇവർ ചിന്തിച്ചു, ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത് രക്ഷപ്പെടുക എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല ദൈവത്തിന്റെ ശക്തി. ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ത്യാഗത്തിലാണ്. ഈ മനോഭാവം ശിംശോന്റെ ജീവിതാനുഭവങ്ങൾ നോക്കുമ്പോൾ അവിടെയും കാണാനായിട്ട് സാധിക്കുന്നു. ശിംശോന്റെ ശക്തി നഷ്ടപ്പെട്ടപ്പോൾ ശത്രുക്കൾ അവനെ പരിഹസിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകം
16-ാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ചോദിക്കുന്നുണ്ട്, ഇവനാണോ ഇസ്രായേലിന്റെ ശക്തൻ? അവർ ചിരിച്ചു. പക്ഷേ അവർക്ക് അറിയാത്തത് അവന്റെ അവസാനത്തെ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ശക്തി വീണ്ടും പ്രവർത്തിച്ചു എന്നതാണ്. കുരിശിലും ഇത് തന്നെയാണ്. അവിടെ കൂടിയിരുന്നായ ജനം പരിഹസിക്കുകയാണ്. എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതി അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ദാവീദ് ഗോലിയാത്തിന്റെ മുമ്പിൽ നിന്നപ്പോൾ ശമൂവേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിൽ ഗോലിയാത്ത് ദാവീദിനെ പരിഹസിച്ചു. നീ ആരാണ്? ചെറിയ ഒരു ബാലൻ, ആയുധമില്ലാത്തവൻ. എന്നാൽ ദാവീദിന് ദൈവത്തിന്റെ ശക്തി ഉണ്ടായിരുന്നു. ലോകം കാണുന്നത് ബാഹ്യമായ ചില രൂപങ്ങളും പ്രകടനങ്ങളുമൊക്കെയാണ്. പുറത്തുള്ള ദൗർബല്യം മാത്രമാണ് അവർ കണ്ടത്. പക്ഷേ പരിഹസിക്കുന്നായ ആ ജനത്തിന് ദൈവത്തിന്റെ രക്ഷാപദ്ധതി കാണാനായിട്ട് കഴിഞ്ഞില്ല. ഫറവോൻ മോശയോട് പരിഹസിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ആരാണ് ഈ യഹോവ? ആരാണ് ഈ ദൈവം? ഇന്ന് ഈ ചോദ്യം നമ്മളും പരിഹാസ രൂപേണ ചിലപ്പോഴെങ്കിലും ചോദിക്കുന്നില്ലേ എന്ന് ഈ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്നവരോടൊപ്പം നാമും ചോദിക്കേണ്ടതാണ്. ഓർക്കുക, ഓരോ പരിഹാസത്തിന് ശേഷവും ഓരോ സത്യം വെളിപ്പെടുന്നുണ്ട്. ഓരോ പരിഹാസത്തിന് ശേഷവും ഓരോ സത്യം വെളിപ്പെടുന്നുണ്ട്. ദൈവത്തിന്റെ പദ്ധതി ഒരിക്കലും പരാജയപ്പെടില്ല. ദൈവത്തിന്റെ പദ്ധതിയെ ആർക്കും പരാജയപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല. കുരിശ് ലോകത്തിന്റെ കണ്ണിൽ പരാജയമായിരുന്നു. എന്നാൽ അത് നിത്യ വിജയമായിട്ട് മാറി. കുരിശിന്റെ താഴെ നിൽക്കുമ്പോൾ നാം ചോദിക്കേണ്ടതായ ഒരു ചോദ്യമുണ്ട്. ഞാൻ പരിഹസിക്കുന്നവരിൽ ഒരാളാണോ? ഞാൻ പരിഹസിക്കുന്നവരിൽ ഒരാളാണോ? പ്രാർത്ഥനയെ നിസ്സാരമാക്കുമ്പോൾ, വിശ്വാസത്തെ സംശയിക്കുമ്പോൾ, ദൈവത്തിന്റെ വഴികളെ ചോദ്യം ചെയ്യുമ്പോൾ ഈ പരിഹാസത്തിന്റെ കൂട്ടത്തിൽ പെടുന്നവരാണ് ഞാനും നിങ്ങളും എങ്കിൽ കുരിശ് മറുപടി പറയുന്നു. കുരിശൊരു വാഗ്വാദത്തിൽ ഏർപ്പെടുന്നില്ല. കുരിശ് പ്രതികാരം ചെയ്യുന്നില്ല. കുരിശ് സ്നേഹത്തോടെ മറുപടി പറയുന്നു. പരിഹസിക്കുന്നവരോട് പറയുകയാണ്, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. കുരിശിന്റെ മഹത്വം എന്ന് പറയുന്നത് മനുഷ്യർ പരിഹസിക്കുമ്പോൾ ദൈവം ക്ഷമിക്കുന്നു. മനുഷ്യൻ നിരസിക്കുമ്പോൾ ദൈവം രക്ഷിക്കുന്നു. ചോദ്യം, നാം അവനെ പരിഹസിച്ചിട്ടുണ്ടോ? നാം അവന്റെ സ്നേഹം അവഗണിച്ചിട്ടുണ്ടോ? നാം കുരിശിന്റെ ചുവട്ടിൽ പരിഹസിക്കുന്നവരായിട്ടല്ല നിൽക്കേണ്ടത്, പിന്നെയോ വിശ്വസിക്കുന്നവരായി നിൽക്കുവാൻ ഒരു വിശ്വാസയാത്രയിൽ കർത്താവ് നമ്മളോട് ക്ഷമിച്ചു എന്നുള്ള വലിയ ബോധ്യത്തിൽ മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കണം. ഒന്നാമത്തെ കൂട്ടരെ പരിചയപ്പെട്ടു, ദ മോക്കേഴ്സ്, പരിഹസിക്കുന്നവർ. രണ്ടാമത്തെ കൂട്ടർ ദി ഇൻഡിഫറന്റ് ക്രൗഡ്, അനാസ്ഥയുള്ളതായ ആളുകൾ. അവിടെ വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കൊന്നും ഒരു അനുഭവമായിട്ട് തീർന്നില്ല. യേശു മരിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരുടെ ആരുടെയും ഹൃദയങ്ങൾ ചലിച്ചില്ല. ഓർക്കണം, നമ്മൾ പാട്ടുകളിലെല്ലാം പാടിയപ്പോൾ ശ്രദ്ധിച്ചു കാണും. അടിക്കുന്നു, തുപ്പുന്നു, ശിരസിൽ ഞൊട്ടുന്നു, മുൾക്കിരീടം വെക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വലിയ ജനക്കൂട്ടമാണ് അവനോടൊപ്പം നിൽക്കുന്നത്. എല്ലാം കാണുന്നു, രക്തം വാർക്കുന്നു. എന്നാൽ അവരുടെ ഹൃദയത്തിൽ ഒരു ചലനവും ഉണ്ടാകുന്നില്ല. ഇത് അവരുടെ നിഷ്ക്രിയത്വത്തെ, അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. പിലാത്തോസിനെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്ത് നിർത്തിയിരിക്കുകയാണ്. അവൻ ഒരു കുറ്റവും കണ്ടില്ല. പക്ഷെ ജനത്തിന്റെ കയ്യടി കിട്ടാൻ വേണ്ടി
ആ കുറ്റം കാണാത്തവനെ സത്യം അറിഞ്ഞിട്ടും അവൻ കൈ കഴുകി മാറുന്ന കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നു. സത്യം അറിഞ്ഞിട്ടും ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈ കഴുകി മാറുന്നതായ ഒരു പ്രക്രിയ, ഇതാണ് അനാസ്ഥ. നമുക്ക് സത്യം അറിയാം, പക്ഷേ നമുക്ക് പറയാനായിട്ട് വളരെ പ്രയാസകരമായ കാര്യമാണ്. തീരുമാനം എടുക്കുവാനായിട്ട് നമുക്ക് സാധ്യമല്ല. മറ്റൊരു ദൃശ്യം അപ്പോസ്തല പ്രവൃത്തികൾ 24 അധ്യായത്തിൽ ഫെലിക്സിനെ കുറിച്ച് പറയുന്നു. പൗലോസ് അവനോട് നീതിയും ന്യായവും ഒക്കെ പ്രസംഗിച്ചു. ഇത് കേട്ടപ്പോൾ ഫെലിക്സ് ഭയപ്പെടുകയാണ്. അവൻ പറഞ്ഞു, ഇപ്പോൾ നീ പൊക്കോ, സമയമുണ്ടാകുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാം. ഈ രക്ഷപ്പെടുക എന്ന് പറയുന്നത്, അനാസ്ഥയുടെ വലിയ അപകടം എന്ന് പറയുന്നത് പിന്നീടെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നതായ ഒരു കാര്യമാണ്. ഇത് നമ്മളോടും പറയുന്നതായ കാര്യമാണ്. നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായ സമയത്ത് തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതായിട്ട് വരും. ചില കാര്യങ്ങൾ പറയേണ്ടതായ സമയത്ത് പറയേണ്ടതായിട്ട് വരും. പക്ഷേ നമുക്കും എന്താണ് പ്രശ്നം? കയ്യടി കിട്ടാൻ വേണ്ടി, പിണക്കമുണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ സൂത്രത്തിൽ ഒഴിവായി പോകുന്ന കൂട്ടത്തിൽ ഉള്ളവരാണ്. ഇന്ന് ആരാധനയിലൊക്കെ ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് പള്ളികളൊക്കെ നോക്കിയാൽ ഇന്നത്തെ ദിവസം ഭയങ്കര ആളാണ്. ആരാധനയിലൊക്കെ പങ്കെടുക്കുന്നു, വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നുണ്ട്, സന്ദേശങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ ജീവിതത്തിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. കുരിശ് മനസ്സിൽ തട്ടുന്നില്ല. പാപത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ രൂപമാണ് അനാസ്ഥ എന്ന് പറയുന്നത്. പാപത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ രൂപമാണ് അനാസ്ഥ എന്ന് പറയുന്നത്. അതായത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യാതിരിക്കുന്നതാണ് അനാസ്ഥ. പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, വീട്ടിൽ നമ്മൾ ഈ അനാസ്ഥ കാണിക്കുന്നവരുടെ കൂട്ടത്തിലാണോ? ഓഫീസിൽ നാം അനാസ്ഥ കാണിക്കുന്നവരുടെ കൂട്ടത്തിലാണോ? നമ്മുടെ ആരാധനാ സമൂഹത്തിൽ ഈ അനാസ്ഥ കാണിക്കുന്നവരുടെ കൂട്ടത്തിലാണോ? ഈ നല്ല വെള്ളിയാഴ്ച പറയുകയാണ്, ആ കൂട്ടത്തിലാണ് നാം പെടുന്നതെങ്കിൽ ഈ കുരിശ് പറയുന്നു നമുക്കൊരു മാറ്റം ആവശ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇന്ന് പള്ളിയിലേക്ക് പോവുകയാണ്, നീ ഈ ഡ്രസ്സല്ല ഇടേണ്ടത്, നിന്റെ മുടി ഈ സ്റ്റൈലല്ല വേണ്ടിയത്, നിന്റെ ഈ പോക്ക് ശരിയല്ല എന്ന് പറയാൻ മാതാപിതാക്കൾ മടി കാണിക്കുന്നുണ്ടെങ്കിൽ ഈ അനാസ്ഥ കാണിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് നമ്മളും പെട്ടിരിക്കുന്നത് എന്ന് ഓർത്തുകൊള്ളുക. അപ്പൻ പോകുന്ന വഴി അല്പം ബശകാണെന്ന് മക്കൾക്ക്, ഭാര്യയ്ക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, പറയാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞ് മാറുകയാണ്. തിരിച്ചും അങ്ങനെ തന്നെ ഓരോ കാര്യങ്ങളിൽ നമ്മൾ കാണുമ്പോൾ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ പോലെ ലൈക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ പലതും ഒളിച്ചു വെക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ ഈ കുരിശിന്റെ താഴെ നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാണ്. അവര് നിന്നതുപോലെ കൈ കഴുകി മാറിപ്പോവുകയാണ്. ഒരു കാര്യം ഈ കുരിശ് ഓർമ്മിപ്പിക്കുന്നു, അനാസ്ഥ കാട്ടുന്നവരുടെ കൂട്ടത്തിലാണെങ്കിൽ ഞാനും നിങ്ങളും ഒരു സമയത്ത് മറുപടി പറയേണ്ടവരാണെന്നുള്ള ബോധ്യം ഈ കുരിശ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമത്തെ കൂട്ടത്തിന്റെ ഒരു പ്രതിനിധിയാണ് കള്ളൻ. കള്ളനെ കേട്ടിട്ടുണ്ട്. ഈ കള്ളന് ഞാൻ കൊടുക്കുന്നത് ദ ഗുഡ് തീഫ് ആണ്, നല്ല കള്ളൻ. വലതുഭാഗത്തു നിന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ജീവിതം മുഴുവൻ അവൻ തെറ്റായിട്ട് ജീവിച്ചു. എന്നാൽ അവസാന നിമിഷത്തിലാണ് യേശുവിനെ കണ്ടത്. ഈ കള്ളന്മാരെ യേശുവിനോടൊപ്പം ക്രൂശിക്കുന്നതിന് ഒരു കാരണമുണ്ട്. കള്ളൻ എന്നുള്ളത് ഒരു നല്ല പേരല്ല, നല്ല ജീവിതത്തിന്റെ ക്രമമല്ല. ഈ കള്ളന് തുല്യമായിട്ട് യേശുവിനെ അവിടെ ചിത്രീകരിക്കാനായിട്ടാണ് അവര് അവിടെ കൊണ്ട് കള്ളന്മാരെയും ക്രൂശിക്കാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ ഈ കള്ളൻ കുറെ കഴിഞ്ഞപ്പോൾ പറയുകയാണ്, എന്നെയും കൂടി ഓർക്കണമേ, എന്നെയും കൂടി ഓർക്കണമേ. ഇതൊരു ചെറിയ പ്രാർത്ഥനയാണ്, പക്ഷേ അതൊരു വലിയ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. എന്നെയും കൂടി നീ ഒന്ന് ഓർക്കണമേ. ഈ കള്ളൻ ജീവിതത്തിൽ പാപത്തിന്റെ വലിയ ശക്തിയിലാണ് അവൻ കഴിഞ്ഞത്. പക്ഷേ ഏറ്റവും ഒടുവിൽ അവൻ യേശുവിനെ കാണുകയാണ്. അവസാന നിമിഷത്തിലാണ് അവൻ യേശുവിനെ കാണുന്നത്. ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം ഇതൊരു ചെറിയ പ്രാർത്ഥനയാണെന്ന്. പക്ഷേ ഇവിടെ ഭാഗത്ത് കാണാനായിട്ട് കഴിയുന്നത്
ഇതവന്റെ പൂർണ്ണ സമർപ്പണമാണ്. മുടിയനായ പുത്രന്റെ കഥ നമുക്ക് അറിയാം. എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവൻ അപ്പന്റെ ഭവനത്തിലേക്ക് തിരികെ പോവുകയാണ്. മടങ്ങി വന്നപ്പോൾ ഈ പിതാവ് മകനെ സ്വീകരിക്കുകയാണ്. ഈ കള്ളനെയും ഈ പിതാവ് കർത്താവ് സ്വീകരിക്കുകയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അനുഭവം പൗലോസായി മാറിയതായ നിമിഷം. സഭയെ പീഡിപ്പിച്ചവനാണ്, ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചവനാണ്. പക്ഷേ അവസാന നിമിഷത്തിൽ അവനെ ദൈവം മാറ്റി. ദൈവത്തിന് ഒരാളെ മാറ്റാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു നിമിഷം മതി. ഓർക്കുക, നാം പാപത്തിന്റെ അനുഭവങ്ങളിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ, നാം തെറ്റായ ജീവിതാനുഭവങ്ങളിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന് നമ്മളെ മാറ്റുവാനായിട്ട് ഒരു നിമിഷം മതി. അവന്റെ പാപം ഈ കർത്താവ് അംഗീകരിക്കുകയാണ്. അവന്റെ നിരപരാധിത്വം തിരിച്ചറിയുകയാണ്. അവൻ രക്ഷയ്ക്കായിട്ട് അപേക്ഷിച്ചപ്പോൾ അവന് ആ രക്ഷയുടെ വാതിൽ കർത്താവ് തുറന്നു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഹൃദയം നോക്കിയാണ് രക്ഷ വരുന്നത്. ഹൃദയം നോക്കിയാണ് ദൈവത്തിന്റെ കൃപ വരുന്നത്. എത്ര വൈകിയാലും അവൻ നമ്മളെ സ്വീകരിക്കും. കുരിശ് നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്നും ജീവിതത്തിന്റെ അവസാനമല്ല. ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരു തുടക്കമായിട്ട് മാറും. ഈ വെള്ളിയാഴ്ചയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കള്ളൻ പറുദീസായിലേക്ക് ഉയർത്തപ്പെട്ടതാണ്. അതായത് ഈ കള്ളന് രൂപാന്തരം സംഭവിച്ചതായ ഒരുപാട് ശക്തമായ അനുഭവമാണ്. നമ്മൾ കള്ളന്മാരല്ലെന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തുമാത്രം കള്ളത്തരങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കണം. വിശുദ്ധ കുമ്പസാരത്തിന്റെ കൂദാശയില് നമ്മൾ പറയാറുണ്ട്, വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ഞാൻ പിഴച്ചു. ആരാണ് ഈ ഞാൻ? അപ്പുറത്ത് നിൽക്കുന്ന ആളല്ല, ഞാനാണ് ഇത് പറയുന്നത്. അവസാനം പട്ടക്കാരൻ പറയുന്ന ഒരു ആശീർവാദമുണ്ട്. ഈ ആശീർവാദം എന്നെയും നിങ്ങളെയും നോക്കി പറയുന്ന ഒരു ആശീർവാദമാണ്. മുകളിൽ പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഇല്ലേ? കുരിശിൽ വച്ച കള്ളനെ പോലെ, പാപിനിയായ സ്ത്രീയെ പോലെ, പിന്നെ എന്നെയും കൈക്കൊണ്ട് ഉറക്കെയൊക്കെയാ പറയുന്നത്. അവസാനം പറയും, സത്യമായി അനുതപിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചതായ പാപങ്ങൾ. ഒരു ചോദ്യമുണ്ട്, സത്യമായിട്ടാണോ നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നത്? ദൈവസന്നിധിയിൽ നാം കള്ളത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരാജയത്തിന്റെ അനുഭവമായിട്ട് മാറും. അതുകൊണ്ട് ഈ കള്ളൻ ഓർമ്മിപ്പിക്കുകയാണ്, ഒരു മാനസാന്തരം ഈ കുരിശിന്റെ ചുവട്ടിൽ എനിക്കും നിങ്ങൾക്കും ആവശ്യമാണ്. അവസാനമായി ഒരു വ്യക്തിയെ കൂടി പരിചയപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കാം. അത് മറ്റാരുമല്ല, കുറേനക്കാരനായ ശിമോനാണ്. 27-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 32 മുതലുള്ള വാക്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നു. അവിടെ കുറേനക്കാരനായ ശിമോൻ ഗോൽഗോഥായിലേക്കുള്ള വഴിയിൽ അവിടെ നിൽക്കുകയാണ്, വഴിയാത്രക്കാരനായിട്ട് നിൽക്കുകയാണ്. ആ വഴിയിൽ, യേശു സഞ്ചരിക്കുന്ന ആ വഴിയിൽ രക്തം വീണിരുന്നിട്ടുണ്ട്, മണ്ണ് ചുമന്നിട്ടുണ്ട്. അവിടെ ഈ രാജാവിന്റെ, യേശു മശിഹായുടെ ശരീരം മുറിവുകളാൽ കീറി പൊളിഞ്ഞിരുന്നുണ്ട്. ആ മനുഷ്യൻ വഴിയാത്രക്കാരനായിട്ട് അവിടെ നിൽക്കുകയാണ്. എന്നാൽ ചരിത്രത്തിലേക്ക് ഈ മനുഷ്യൻ വലിച്ചിഴക്കപ്പെടുകയാണ്. അവനൊരു അപ്പോസ്തോലനല്ല, അവനൊരു പ്രവാചകനല്ല, അവൻ ആരാധനയ്ക്ക് വന്ന ഒരു ഭക്തനുമല്ല. പക്ഷേ അവനൊരു വഴിയാത്രക്കാരനായിരുന്നു, വെറും വഴിയാത്രക്കാരൻ. പക്ഷേ കുരിശിന്റെ വഴിയിൽ അവിടെ നിൽക്കുന്ന, അവന്റെ വഴിയെ കടന്നു പോകുന്ന ആരും തിരികെ പോവുകയില്ല. അവനവിടെ നിൽക്കുകയാണ്. എന്താണ് കുറേനക്കാരനായ ശിമോൻ ഈ വെള്ളിയാഴ്ച ഈ കൂട്ടത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്? ഡിവൈൻ പർപ്പസ് ബിഹൈൻഡ് ഫോഴ്സ്ഡ് ബർഡൻസ്. നിർബന്ധിത ഭാരങ്ങളുടെ പിന്നിൽ ഒരു ദൈവീക ഉദ്ദേശമുണ്ട്. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, നിർബന്ധിത ഭാരങ്ങളുടെ മുമ്പിൽ ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. ശിമോനെ ഈ സൈനികർ പിടിക്കുകയാണ്. നിങ്ങൾ വീട്ടിൽ പോയി ഈ ഭാഗമൊക്കെ വായിക്കണം. അവനോട് ചോദിച്ചില്ല നിനക്ക് ഈ കുരിശ് എടുക്കാൻ പറ്റുമോ എന്ന്. അവനോട് അഭിപ്രായമൊന്നും ചോദിച്ചില്ല. അവനെ നിർബന്ധിച്ചിട്ടാണ് ഈ കുരിശ് എടുക്കാനായിട്ട് അവനോട് പറഞ്ഞത്. ഒരു പക്ഷേ നമ്മളോടാണെന്നിൽ പറഞ്ഞ് നമ്മൾ അവിടെ കിടന്ന് വിളിച്ചു കൂവിയനും. തീർച്ചയായിട്ടും ഈ കുറേനക്കാരനായ
ശിമോന്റെ ഹൃദയത്തിലും ഒരു നിലവിളി ഉയർന്നിട്ടുണ്ട്. അവൻ ചോദിച്ചു കാണും, എന്തുകൊണ്ട് ഞാൻ ഈ കുരിശ് ചുമക്കുന്നു? എന്തിന് ഞാൻ ഈ കുരിശ് ചുമക്കുന്നു? എന്തിനാണ് എന്നെ ഈ വഴിയിലേക്ക് വലിച്ചിഴക്കപ്പെട്ടത്? പ്രിയമുള്ളവരെ, ഇതേ ചോദ്യം വിശ്വാസികളായ നമ്മളും ചോദിക്കും ചിലപ്പോൾ. എന്തിനാണ് എനിക്ക് ഈ രോഗം തന്നത്? എന്തിനാണ് എനിക്ക് ഈ നഷ്ടം തന്നത്? എന്തിനാണ് എനിക്ക് അപമാനം വന്നത്? എന്തിനാണ് എനിക്ക് ഈ കുടുംബത്തിന്റെ ഭാരം? കുരിശിന്റെ മുമ്പിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മളെ നിർബന്ധിക്കുന്ന കുരിശിന്റെ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഞാനും നിങ്ങളുമൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ വചനം പറയുകയാണ്, ഇത് ദൈവത്തിന്റെ വിളിയാണ്. ഇത് ദൈവത്തിന്റെ വിളിയാണ്. ചില നിർബന്ധങ്ങൾ, ചില പ്രയാസങ്ങൾ, ചില ഭാരങ്ങളൊക്കെ ദൈവത്തിന്റെ വിളിയാണ്. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന അനുഭവങ്ങളൊന്നും ചിലപ്പോൾ നാം തിരഞ്ഞെടുക്കുന്നത് അല്ല. നമ്മൾ പറയുമല്ലോ, തൻ്റേതല്ലാത്ത കാരണത്താൽ എന്നൊക്കെ ചിലപ്പോൾ അഡ്വർടൈസ്മെന്റ് കാണുമല്ലോ. നമ്മുടെ കാരണത്താലൊന്നും സംഭവിക്കുന്നതല്ല. എന്നാൽ ചില വേദനകൾ നമ്മളെ തേടി വരുന്നുണ്ട്, ചില നഷ്ടങ്ങൾ നമ്മളെ കണ്ടെത്തുന്നുണ്ട്, ചിലതൊക്കെ ചില കുരിശുകളൊക്കെ നമ്മുടെ മുകളിൽ വെച്ച് തരുന്നുണ്ട്. എന്നാൽ ശീമോൻ പഠിപ്പിക്കുകയാണ്, അവൻ തിരഞ്ഞെടുത്തതല്ല ഈ യാത്ര. അവൻ അവൻ്റെ ഡെയിലി റൊട്ടീനിൽ നടന്നു പോവുകയായിരുന്നു. ഒരു നിമിഷം കൊണ്ട് അവൻ്റെ വഴിയിലേക്ക് കുരിശു വന്നു. മനുഷ്യരുടെ കണ്ണിൽ അത് നിർബന്ധമായിരുന്നു, പക്ഷേ ദൈവത്തിൻ്റെ കണ്ണിൽ അതൊരു ഡിവൈൻ അപ്പോയിൻമെന്റ് ആയിരുന്നു. ഒരു ഡിവൈൻ അപ്പോയിൻമെന്റ് ആയിരുന്നു. ഓർക്കണം, നമ്മൾ ശാപമെന്ന് കരുതുന്ന ഭാരം ദൈവകൃപയുടെ വാതിലാണ്. ദൈവകൃപയുടെ വാതിലാണ്. മനുഷ്യർ നമ്മളെ തള്ളിയിടുന്ന സ്ഥാനത്ത് ദൈവം പിടിച്ച് ഉയർത്തുന്നു. ദൈവം നമ്മെ പിടിച്ചുയർത്തും. നമ്മൾ കരഞ്ഞതായ ജീവിതത്തിന്റെ നിമിഷങ്ങൾ ദൈവം നമ്മുടെ രക്ഷയുടെ വഴിയാക്കും. ഒരു കാര്യവും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ യാദൃച്ഛികമല്ല, എല്ലാം ദൈവത്താൽ മാത്രമാണ്. വാട്ട് മെൻ കോൾ ഇന്ററപ്ഷൻ, ഗോഡ് കോൾസ് ഇന്റർവെൻഷൻ. മനുഷ്യൻ തടസ്സമെന്ന് വിളിക്കുന്നത് ദൈവത്തിന്റെ ഇടപെടൽ എന്ന് വിളിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ചിലപ്പോഴെങ്കിലും നമ്മൾ ചോദിക്കും, എന്തിന് എനിക്കിത്? എന്തിന് എനിക്കിത്? എന്തിന് ഈ ഭാരം? ഞാൻ ഈ ഭാരത്തിലൂടെ എന്തിനാണ് മുമ്പോട്ട് പോകുന്നത്? എന്നാൽ ഓർക്കുക, നമ്മൾ സഹിക്കുന്നതായ ഓരോ ഭാരവും ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ പ്രൊട്ടക്ഷനിലേക്കുള്ള വലിയ പാലമായിട്ട് തീരും. അതുകൊണ്ട് ചില നിർബന്ധത്താൽ നാം ഏറ്റെടുക്കുന്നതായ ഭാരങ്ങളൊക്കെ ഒരു ഡിവൈൻ ടച്ചായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കണം. രണ്ടാമത് ഈ ശിമോനിൽ കാണാനായിട്ട് കഴിയുന്നത് ദ ക്രോസ് ദ ചേഞ്ച് എ മാൻ. ഒരു മനുഷ്യനെ മാറ്റിമറിച്ചതായ കുരിശ്. ശിമോൻ ചുമന്നത് വെറുമൊരു മരമല്ല, അത് കർത്താവിൻ്റെ രക്തം വീണതായ കുരിശായിരുന്നു. അത് ഭാരമുള്ള കുരിശാണ്, പക്ഷേ അത് മനുഷ്യപാപത്തിന്റെ ഭാരം ആയിരുന്നു. അത് അപമാനത്തിന്റെ ചിഹ്നമായിരുന്നു. പക്ഷേ കുരിശ് നമ്മൾ വിചാരിക്കും അവൻ ചുമന്നെന്ന്. എന്നാൽ ഞാൻ പറയും, ആ കുരിശ് അവനെ ചുമന്നു എന്ന്. ആ കുരിശ് അവനെ ചുമന്നു. അവൻ ആ കുരിശിന്റെ മരക്കഷ്ണം അവന്റെ തോളിൽ വെച്ചപ്പോൾ ഞാൻ പറയും, സ്വർഗത്തിന്റെ വലിയ സ്പർശം അവന്റെ ഹൃദയത്തിന്റെ ആത്മാവിലേക്ക് പതിച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ചിലപ്പോഴൊക്കെ നമ്മൾ ചില ഭാരങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ ചോദിക്കും, എന്തിനാണ് ഈ ഭാരം? ഓർക്കുക, ഈ നല്ല വെള്ളിയാഴ്ച നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ കുരിശ്, ഈ വേദനയാകുന്ന ഭാരം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ സ്വർഗത്തിലെ ദിവ്യമായ സ്പർശനം നമ്മുടെ ഉള്ളിലേക്കും വരികയാണ്. കുരിശ് എപ്പോഴും ആദ്യം വേദനയാണ് ഉണ്ടാക്കുന്നത്, പക്ഷേ പിന്നീട് ഈ കുരിശൊരു കൃപയായിട്ട് മാറുകയാണ്. ഈ കുരിശൊരു ദൈവകൃപയുടെ അനുഭവമായിട്ട് മാറുകയാണ്. ഇതാണ് കുരിശിന്റെ രഹസ്യം. ആദ്യം നമ്മൾ കുരിശ് ചുമക്കും, പിന്നെ കുരിശ് നമ്മളെ ചുമക്കും. ആദ്യം നമ്മൾ കുരിശ് ചുമക്കും, കുരിശിൻ്റെതായ അനുഭവങ്ങൾ നമ്മൾ ചുമക്കും. പിന്നീട് ഓർക്കുക, ഈ കുരിശ് നമ്മളെ ദൈവകൃപയിലേക്ക് നയിക്കും.
കുരിശൊരാളെയും പഴയ വഴിയിലേക്ക് വിടുകയില്ല. ജീവിതത്തിലെ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ നമ്മളെ ചിലത് പഠിപ്പിക്കും. രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ ചോദിക്കും, വൈ ഗോഡ്, എന്തുകൊണ്ട് ദൈവമേ? എന്നാൽ ലോകത്തിന്റെ മധ്യത്തിൽ നമ്മളെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കുന്നു. ചില നഷ്ടങ്ങളൊക്കെ വരുമ്പോൾ അയ്യോ എനിക്ക് നഷ്ടം വന്നല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുമായിരിക്കും. പക്ഷെ ദൈവാശ്രയം നമ്മളെ പഠിപ്പിക്കും. നമ്മുടെ ജീവിതത്തിൽ അപമാനങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് വിനയപ്പെടുവാനായിട്ട് നമ്മളെ പഠിപ്പിക്കും. കുരിശ് നമ്മുടെ തോളിലാണ് വെക്കുന്നത്, എന്നാൽ അത് പിന്നീട് നമ്മുടെ ഹൃദയത്തിലേക്ക് മാറുകയാണ്. ഒരുപക്ഷെ നമ്മൾ കരഞ്ഞതായ രാത്രികൾ, നമ്മൾ സഹിച്ചതായ അപമാനങ്ങൾ, നമ്മൾ താങ്ങിയതായ കുടുംബത്തിന്റെ ഭാരങ്ങൾ, ഒരുപക്ഷെ നമ്മൾ കുരിശ് വഹിക്കുമ്പോൾ കരഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഓർക്കുക, കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു ദൈവം നമ്പുരാൻ അതൊരു ദൈവകൃപയുടെ അനുഭവമാക്കി മാറ്റും. മൂന്നാമതായിട്ട്, ഈ കുരിശ് വഹിച്ചതായ ശിമോൻ ഫ്രം സ്പെക്ടേറ്റർ ടു ഡിസൈപ്പിൾ, ദർശകനായിരുന്നു, വഴിയാത്രക്കാരനായിരുന്നു, വഴിയിൽ കാഴ്ചക്കാരനായിട്ട് നിന്നവനായിരുന്നു. പക്ഷെ അവനൊരു ശിഷ്യനായിട്ട് മാറുകയാണ്. ആദ്യം ഒരു വഴിയാത്രക്കാരൻ, പിന്നീട് അവൻ കുരിശിലേക്കുള്ള യാത്രയുടെ ഭാഗമായിട്ട് മാറുകയാണ്. കാൽവറിയുടെ യാത്രയിലേക്ക് വന്നവനല്ല, പക്ഷേ ഒരിക്കൽ ക്രിസ്തുവിൻ്റെ പിന്നാലെ നടന്നപ്പോൾ അവൻ പഴയ മനുഷ്യനായിട്ട് പോയില്ല. ആ വഴിയാത്രക്കാരൻ ഒരു പുതിയ ശിഷ്യനായിട്ട് മാറിയ നിമിഷം. ദർശകനായിരുന്നു, എന്നാൽ യേശുവിൻ്റെ പിന്നാലെ നടന്നു. അതാണ് ശിഷ്യത്വം. ക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കട്ടെ. ഡിനേ സെൽഫ്, ടേക്ക് ദ ക്രോസ് ആൻഡ് ഫോളോ മീ എന്നാണ് പറഞ്ഞത്. ശിഷ്യത്വത്തിന്റെ വലിയ ചിത്രം ശിമോൻ പഠിപ്പിക്കുകയാണ്. യേശുവിനെ പിന്തുടരുക എന്ന് പറയുന്നത് ആരെങ്കിലും ഈസി പ്രോസസ്സായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്, വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അതല്ല. ഇത് വലിയ പ്രയാസമുള്ള വഴിയാണ്. ഇതൊരു സൗകര്യത്തിന്റെ വഴിയല്ല, ഇതൊരു എളുപ്പ വഴിയല്ല. കുരിശിന്റെ വഴി എന്ന് പറയുന്നത് നേരിന്റെ വഴിയാണ്. സാത്താന്റെ വഴികളൊക്കെ കുറുക്കു വഴികളാണ്. എന്നാൽ ഈ കുരിശിന്റെ വഴി എന്ന് പറയുന്നത് നേരിന്റെ വഴിയാണ്. അതാണ് ശിഷ്യത്വം എന്ന് പറയുന്നത്. നമ്മുടെ സ്വന്തം ഇഷ്ടമൊക്കെ വിട്ടുകൊടുക്കുന്ന അനുഭവം, അപമാനങ്ങൾ സഹിക്കുന്ന അനുഭവം, വേദനയിലൂടെ വിശ്വാസം നിലനിർത്തുന്ന അനുഭവം. ക്രിസ്തുവിന്റെ പിന്നാലെ നടക്കുക എന്ന് പറയുന്നത് ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. ഓർക്കുക, കുരിശ് വഹിക്കുമ്പോൾ ഒരു കിരീടം നമുക്ക് ഉണ്ട്. കുരിശിന്റെ മഹത്വം എന്ന് പറയുന്നത് ഈ ത്യാഗമാണ്. ഈ ത്യാഗം ഇല്ലാതെ ഒരു കിരീടവും നമുക്ക് നേടാനായിട്ട് സാധിക്കുകയില്ല. നോ ക്രോസ് നോ ക്രൗൺ. കുരിശില്ലെങ്കിൽ ഒരു കിരീടവും ഇല്ല. അതുകൊണ്ട് യേശുവിൻ്റെ പിറകെ നടക്കുന്ന ഒരാളും പഴയ മനുഷ്യനായിട്ട് തുടരുകയില്ല. അവൻ യേശുവിൻ്റെ രക്തം കണ്ടു, യേശുവിൻ്റെ വേദന കണ്ടു, യേശുവിനെ പരിഹസിക്കുന്നത് കണ്ടു, ഉത്തരവാദിത്തപ്പെട്ടവർ ഒഴിഞ്ഞു മാറുന്നത് അവൻ കണ്ടു. എന്നാൽ അവൻ അതിനേക്കാട്ടിൽ കണ്ടത് യേശു അവനെ സ്നേഹിക്കുന്ന മൗന സ്നേഹം കാണുകയാണ്. എന്താണ് അതിൻ്റെ റിസൾട്ട്? ആ യാത്ര അവൻ്റെ ജീവിതം മാറ്റി. ഒരു എൻകൗണ്ടർ അവൻ്റെ കുടുംബത്തെയും മാറ്റി. വിശുദ്ധ മർക്കോസ് എഴുതുമ്പോൾ അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പേര് പറഞ്ഞത് ഇവനെക്കുറിച്ചുള്ള സാക്ഷ്യമാണ്. അതുകൊണ്ട് ഇതൊരു കുടുംബ സാക്ഷ്യമായിട്ട് മാറുകയാണ്. കുരിശിൻ്റെ അനുഭവം അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലല്ല, കുടുംബത്തിൻ്റെ രക്ഷയായിട്ടും മാറുകയാണ്. ഓർക്കുക, നമ്മുടെ വീട്ടിലൊക്കെ ചില ആളുകളൊക്കെ പ്രയാസങ്ങളൊക്കെ സഹിക്കുമ്പോൾ, ചില വേദനകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾക്കൊക്കെ മാറി നിന്ന് ചിലപ്പോഴെങ്കിലും സങ്കടപ്പെടാറുണ്ട്. സങ്കടപ്പെട്ട് കരയേണ്ടതായ ആവശ്യമില്ല. കാരണം ചില കണ്ണുനീരും ചില ഭാരങ്ങളുമൊക്കെ കുടുംബത്തിൻ്റെ സാക്ഷ്യമായിട്ട്, കുടുംബത്തിൻ്റെ അനുഗ്രഹമായിട്ട് മാറും. നാം വഹിക്കുന്ന കുരിശുകൾ തലമുറകളുടെ വിശ്വാസ പാരമ്പര്യമായിട്ട് മാറും. അവസാനമായി ശിമോൻ പഠിപ്പിക്കുന്നത് ദ ബർഡൻ ദാറ്റ് ബിക്കെയിം ബ്ലെസ്സിങ്, ഭാരത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്കുള്ള മാറ്റം. ശിമോൻ, കുറേനക്കാരനായ ശിമോൻ, അവൻ ആദ്യം വിചാരിച്ചത് എന്തൊരു വലിയ ഭാരം. പക്ഷേ
ദൈവം അവന് ഒരുക്കിയത് വലിയ അനുഗ്രഹമാണ്. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത് തന്നെയാണ്. ചിലതൊക്കെ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടാകും. എന്നാൽ ശിമോൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഇന്ന് നാം അനുഭവിക്കുന്നതായ ഭാരം നാളത്തെ നമ്മുടെ കുടുംബത്തിൻ്റെ അനുഗ്രഹമായിട്ട് മാറും. ശിമോന്റെ കഥ അവനിൽ തന്നെ അവസാനിച്ചില്ല, അവൻ്റെ കുടുംബത്തിലേക്കും ഒഴുകിയിരിക്കുകയാണ്. ഞാൻ ഇന്നലെ കുശവന്റെ നിലം രക്തനിലമാകുന്നതിനെ കുറിച്ച് യൂദായുടെ അനുഭവവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പങ്കുവച്ചത് നിങ്ങൾ ഓർക്കുമായിരിക്കും. ഇവിടെ മറ്റൊരു ചിത്രമാണ്, വിപരീത ചിത്രമാണ് കാണാനായിട്ട് കഴിയുന്നത്. എന്താണ്? കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ, കുരിശ് ചുമക്കുവാനായിട്ട് തയ്യാറാകുമ്പോൾ അവൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുകയാണ്. മാതാപിതാക്കളുടെ പ്രാർത്ഥന, ചില സങ്കടങ്ങളിലൊക്കെയുള്ള വേദനകളുടെ പ്രയാസങ്ങളുടെയൊക്കെ കണ്ണുനീർ ഒരുപക്ഷെ നമുക്ക് ഭാരമായിട്ടും പ്രയാസമായിട്ടും തോന്നിയിട്ടുണ്ടെങ്കിൽ ശിമോൻ പഠിപ്പിക്കുകയാണ്, അത് തലമുറകളുടെ അനുഗ്രഹത്തിന് കാരണമായിട്ട് തീരും. നമ്മൾ ജീവിതത്തിൽ ഒരു കുരിശും ചോദിച്ചെടുത്തതല്ല, പക്ഷേ ദൈവം നമുക്ക് തന്നതാണെങ്കിൽ അവൻ ഒരു ഭാരവും വെറുതെ അനുവദിക്കുന്നതല്ല, ഒരു ഭാരവും അവൻ നമുക്ക് വെറുതെ തരുന്നതല്ല. അതൊക്കെ നമുക്ക് പലപ്പോഴും സങ്കടമായിട്ട് തോന്നുമെങ്കിലും അവൻ ക്രിസ്തുവിനോട് അടുപ്പിക്കുവാൻ വേണ്ടി അത് ഉപയോഗിക്കും. നമ്മളെ അവൻ കരഞ്ഞതായ വഴിയാണ് കാൽവറിയിലേക്ക് അവനെ കൊണ്ടുപോകുവാനായിട്ട് ഇടയായി തീർത്തത്. കുരിശൊരു അഴുക്ക രൂപമായിട്ടുണ്ടെങ്കിൽ, ഒരു മോശമായിട്ട് ആ സമൂഹം ചിത്രീകരിച്ചെങ്കിൽ, ദൈവത്തിൻ്റെ കൃപ ഉയർത്തുന്ന അനുഭവമായിട്ട് ഈ കുരിശ് മാറുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണം, നമ്മുടെ കുരിശുകളുടെ മധ്യത്തിൽ ഒരുപാട് നന്മകൾ ഒളിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ കുരിശിന്റെ മധ്യത്തിൽ ഒരുപാട് നന്മകൾ ഒളിച്ച് വെച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഒരു മുട്ട, ആ മുട്ടയ്ക്കകത്ത് എന്താ ഉള്ളത്? നമ്മളൊന്നുമില്ലെന്ന് വിചാരിക്കും. പക്ഷെ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഈ മുട്ടയ്ക്കകത്ത് ആടുന്ന മയിലിനെ ഒളിപ്പിച്ചു വെച്ച ഒരു ദൈവമുണ്ട്. കളിമണ്ണ് വെറും കളിമണ്ണാണ്, പക്ഷേ അതിനകത്ത് കുശവന്റെ മനോഹരമായ ഒരു പാത്രം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ചക്കക്കുരു വെറുതെ കളയുന്നതായിരിക്കും, പക്ഷെ ഓർക്കുക, മനോഹരമായ ഒരു പ്ലാവ് അതിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ദൈവം. എൻ്റെ നിങ്ങളുടെയൊക്കെ കുരിശുകളുടെ മധ്യത്തിൽ ഒരുപാട് നന്മകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുരിശിൽ വൈകോടെന്ന് ചോദിക്കുന്നതിന് പകരം എൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതായ, എൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് മറച്ചു വച്ചിരിക്കുന്നതായ ദൈവത്തിൻ്റെ കൃപയെ, ദൈവത്തിൻ്റെ മഹത്വത്തെ ദൈവമേ എനിക്ക് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഈ വെള്ളിയാഴ്ച നമുക്ക് കഴിയണം. അപ്പോൾ ഈ കുരിശിൻ്റെ ചുവട്ടിൽ ധന്യതയോടുകൂടി നിൽക്കുവാനായിട്ട് സാധിക്കും. ഒരു വഴിയാത്രക്കാരനായിട്ടാണ് അവൻ വന്നത്, പക്ഷെ അവൻ മടങ്ങുന്നത് ഒരു ശിഷ്യനായിട്ടാണ്. അവൻ ചുമലിൽ ഈ കുരിശ് വഹിച്ചപ്പോൾ എന്തുകൊണ്ടെന്ന് ചോദിച്ചു. പക്ഷേ ഈ കുരിശ് അവൻ്റെ ഹൃദയത്തിലേക്ക് ചെല്ലുകയാണ്. ചിലപ്പോൾ നമുക്കൊക്കെ ധാരാളം ഭാരങ്ങളും പ്രയാസങ്ങളുമായിട്ടൊക്കെയാണ് ഓരോ ആരാധനയിലൊക്കെ നമ്മൾ വരുന്നത്. എന്നാൽ അവസാനം പെട്ടക്കാരൻ നൽകുന്നതായ ഒരു ബ്ലെസ്സിങ് ഉണ്ട്. നിങ്ങൾ തെളിഞ്ഞ് സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോയി പാർത്ത് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. അവിടെ എല്ലാം നൽകുന്നത് എന്താണെന്നറിയാമോ? ഈ കുരിശിൻ്റെ വലിയ സന്ദേശമാണ്. പലപ്പോഴും എന്തിനാണ് പള്ളിയിലേക്ക് വരുന്നത്? തകർന്ന മനസ്സുമായിട്ടാണ് വരുന്നത്. എന്തിനാണ് ഈ ഭാരം എന്നൊക്കെ പറഞ്ഞാണ് വരുന്നത്? എന്നാൽ യാഗപീഠത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഈ കുരിശിൻ്റെ സന്ദേശം, കുരിശിൻ്റെ സന്തോഷം സമാധാനത്തോടെ മടങ്ങിപ്പോകുവാൻ വേണ്ടിയാണ്. ഞാൻ 4 പേരെക്കുറിച്ച് പറഞ്ഞു, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഒന്ന്, പരിഹസിക്കുന്നതായ ആളുകൾ. ഞാനതിൻ്റെ വിവരണങ്ങളും പറഞ്ഞു. ഞാനും നിങ്ങളും ഇന്ന് പരിഹസിക്കുന്നവരുടെ കൂട്ടത്തിലാണെങ്കിൽ കുരിശ് പറയുകയാണ്, വി വാണ്ട് ചേഞ്ച്, ഒരു മാറ്റം ആവശ്യമാണ്. 2, അനാസ്ഥ കാണിക്കുന്ന ആളുകൾ, ദ മോക്കേഴ്സ്, ഇല്ലേ? നമ്മുടെ ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ക്രൗഡ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമ്മൾ മാറി കുടുംബജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും ആരാധനാ ജീവിതത്തിലും സഭാജീവിതത്തിലും നാം നയിക്കുന്നുണ്ടെങ്കിൽ കുരിശ് പറയുകയാണ്, ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, പക്ഷേ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്ന്
കുരിശ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമത്തെ ആളിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, കള്ളനാണ്. നമ്മളൊക്കെ കള്ളന്മാരൊന്നും അല്ല എന്ന് പറഞ്ഞ് ജയിലിലൊന്നും പോകാതെ നമുക്ക് ഇവിടെയൊക്കെ ആരാധനയ്ക്കൊക്കെ ഇരിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിലെ ഒരു കള്ളത്തരമൊക്കെ ഉണ്ടല്ലോ, കള്ളച്ചിരി എന്നൊക്കെ നമ്മളൊക്കെ പറയുമല്ലോ. ഇതൊക്കെ തെളിഞ്ഞു കാണുന്ന ഒരനുഭവമാണ് കുരിശെന്ന് പറയുന്നത്. നമ്മളെ നന്നായിട്ട് അറിയുന്നവനാണ് ക്രിസ്തു. അതുകൊണ്ടാണ് സക്കായി ആരും കാണാതാണ് കാട്ടത്തിയുടെ മുകളിൽ കയറിയിരുന്നത്. എന്താ പറഞ്ഞത്? അന്ന് SMS-ഉം വാട്സപ്പും ഒന്നും ഇല്ലായിരുന്നു. അവിടെ നിന്നുകൊണ്ട് വിളിക്കുകയാണ്, ഡോ സക്കായി ഇങ്ങ് വേഗം ഇറങ്ങി വരിക. കയറിയത് പാടുപെട്ടായിരിക്കും, ആളിൽ കുറിയവനാണ്. എൻ്റെ ചിന്ത, ഞാൻ എൻ്റെ ഭാവനയെ കാണുകയാണ്, കയറിയതിനെ കാട്ടി വേഗത്തിലാണ് അവൻ താഴോട്ട് ഇറങ്ങിയത്. എന്നിട്ട് പറയുകയാണ്, ഇന്ന് ഞാൻ നിന്നോടുകൂടെ പാർക്കാൻ വരികയാണ്. അപ്പോൾ പറയുകയാണ്, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയേക്കാം. എന്നിട്ട് അവന് അറിയപ്പെട്ടത് ചുങ്കക്കാരൻ സക്കായി എന്നാണ്. കർത്താവ് പറയുകയാണ്, ഇന്ന് ഈ വീടിന് രക്ഷയുണ്ടായി. അതിന് മുമ്പ് ഒരു കാര്യം പറയുന്നുണ്ട്, ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷയുണ്ടായി. പ്രിയമുള്ളവരെ, ഒരു കാര്യമുണ്ട്, കർത്താവ് നമ്മളെ ഒന്ന് തൊട്ടാൽ, കർത്താവിൻ്റെ ഒരു വാക്ക് നമ്മുടെ ഉള്ളിലുണ്ടായാൽ, ചുങ്കക്കാരൻ സക്കായി ബിക്കെയിം സൺ ഓഫ് അബ്രഹാമായി മാറിയതുപോലെ അവനെ നാട്ടുകാർ വിളിച്ച് ചുങ്കക്കാരൻ സക്കായി എന്നാണ്. പക്ഷെ കർത്താവ് അവൻ്റെ വീട്ടിൽ വന്ന് രക്ഷയുണ്ടായപ്പോൾ അവൻ്റെ ഐഡന്റിറ്റിക്ക് ട്വിസ്റ്റ് ഉണ്ടാവുകയാണ്. കുരിശ് പറയുകയാണ്, നമുക്കും ഈ പറുദീസയിൽ ഇരിക്കണം. അവസാനം കുറേനക്കാരനായ ശിമോൻ, ഞാൻ പറയാനായിട്ട് ശ്രമിച്ചു, വഴിയിൽ നിന്നവനാണ്, നിർബന്ധിത ഭാരങ്ങളിലൂടെ കടന്നുപോയവനാണ്. പക്ഷെ ഒരു ദൈവികമായ പദ്ധതിയായിട്ട് മാറി. ഡിവൈൻ പർപ്പസ് ബിഹൈൻഡ് ഫോഴ്സ്ഡ് ബർഡൻ. രണ്ടാമത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു മനുഷ്യനെ മാറ്റിയ കുരിശാണ്. മൂന്നാമത് നാം കേട്ടു, വഴിയാത്രക്കാരനിൽ നിന്ന് ഒരു ശിഷ്യനിലേക്കുള്ള ഈ യാത്ര, ഭയത്തിൽ നിന്ന് ഒരു അനുഗ്രഹത്തിലേക്ക് മാറുന്ന കാഴ്ച. അതുകൊണ്ട് കുരിശ് വഹിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, തലമുറ അനുഗ്രഹിക്കപ്പെടും. കുരിശിനെ കാണേണ്ട വിധത്തിൽ കാണുമ്പോൾ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഈ വെള്ളിയാഴ്ച ദൈവമേ, എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്നതിന് എൻ്റെ ഈ ആരാധന ഇടയായി തീരണമെന്നുള്ള ഒരു പ്രാർത്ഥന നമുക്ക് ഉണ്ടാകണം. ഇന്ന് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്ന ഒരു വലിയ അനുഭവമായിട്ട് മാറണം. നമുക്കൊരു രൂപാന്തരം ഉണ്ടാകണം. ഈ വെള്ളിയാഴ്ച അതിന് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. നമ്മുടെ തലകളെ ഉണക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം.